ഹായ് ഹലോ നമസ്കാരം. നമ്മുടെ തമിഴ്നാട് യാത്ര പുരോഗമിക്കുന്നു. നമ്മളിപ്പോൾ ചെട്ടിനാടാണ്. വാണിജ്യത്തിൻ്റെയും ഗരിമയുടെയും ഭക്ഷണത്തിൻ്റെയും ടൈൽസിൻ്റെയും ഒക്കെ കഥയും കാഴ്ചകളുമുള്ള ചെട്ടിനാട്. കാണാം ചെട്ടിനാട്ടെ കാഴ്ചകൾ. പ്രൗഢിയും അതിസമ്പന്നതയും വിളിച്ചോതുന്ന അനേകം പടുകൂറ്റൻ മണിമാളികകളും അവ ഉൾപ്പെടുന്ന തെരുവുകളുമാണ് ചെട്ടിനാടിനെ ലോകപ്രശസ്തമാക്കുന്ന പ്രധാന കാഴ്ച. നമ്മൾ വിചാരിക്കും ചെട്ടിനാട് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തിന്റെ പേരായിരിക്കും, പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ മലബാർ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ഭൂപ്രദേശമാണ്. ശിവഗംഗ, പുതുക്കോട്ട എന്നീ ജില്ലകളിലായിട്ട് വ്യാപിച്ച് കിടന്നിരുന്ന 96ഓളം ഗ്രാമങ്ങളാണ് ചെട്ടിനാട് എന്ന് അറിയപ്പെട്ടിരുന്നത്. അതിലിപ്പോൾ ഏതാണ്ട് 74ഓളം ഗ്രാമങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ചെട്ടിനാട് എന്നാൽ നട്ടുക്കൊട്ടിയ ചെട്ടിയാർമാർ എന്ന നഗരത്താർമാർ പണിതുയർത്തിയ നാട്. അതിസമ്പന്നതയുടെ അവസാന വാക്കായിരുന്ന ഇവർ കടൽ കടന്നുള്ള കച്ചവടത്തിലൂടെയും ബാങ്കിങ്ങിലൂടെയും ഒക്കെയാണ് സ്വത്താർജിച്ചത്. ബ്രിട്ടീഷുകാർക്കും രാജാക്കന്മാർക്കും വരെ കടം കൊടുക്കാൻ പ്രാപ്തിയുണ്ടായിരുന്ന ഇവർ 19, 20 നൂറ്റാണ്ടുകളിലായി തങ്ങളുടെ പ്രൗഢി കാണിക്കാനായാണ് ഇത്തരം രമ്യഹർമ്മങ്ങൾ നിർമ്മിക്കുന്നത്. ബ്രിട്ടീഷുകാരുടെ സഹായത്തോടെ സിലോൺ, മലേഷ്യ, സിംഗപ്പൂർ, ബർമ, മലയ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിലേക്കെല്ലാം നാട്ടുകോട്ടെ ചെട്ടിയാർമാർ കച്ചവടം വ്യാപിപ്പിച്ചു. വ്യാപാര ബന്ധമുണ്ടായിരുന്ന രാജ്യങ്ങളിൽ നിന്നടക്കം മനുഷ്യനുകൾ നിർമ്മിക്കാൻ ആവശ്യമായ സാധനങ്ങൾ ചെട്ടിയാർമാർ വാങ്ങി. പ്രശസ്തമായ 9 ക്ലാൻ ടെമ്പിളുകൾ പണി കഴിപ്പിച്ചതും ഇവരാണ്. രണ്ടാം ലോക മഹായുദ്ധവും 1929 ആഗോള മാന്ദ്യവുമാണ് ഇവരെ തളർത്തുന്നത്. ചെട്ടിയാർ പരമ്പരയിലെ പുതുതലമുറക്കാർ ഉപജീവനത്തിനായി നാടുവിട്ടപ്പോൾ ഈ മണിമാളികകൾ വിജനമായി. ചില ചെട്ടിയാർ രമ്യഹർമ്മങ്ങൾ വിനോദസഞ്ചാരികൾക്ക് താമസിക്കാനായി ഹെറിറ്റേജ് ഹോട്ടലുകളായി മാറി. മറ്റു ചിലവിയിലാകട്ടെ കെയർടേക്കർമാരുടെ മേൽനോട്ടത്തിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കുന്നു. ആത്തൻകുടി ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന 1912 പണി കഴിപ്പിച്ച ആത്തൻകുടി പാലസ് ഇത്തരമൊരു ചെട്ടിയാർ ഭവനമാണ്. നമ്മൾ ചെരുപ്പ് ഊരിയിട്ടിട്ട് വേണം ഉള്ളിലേക്ക് കയറാനായിട്ട്. ചെട്ടിയാർ മാൻഷൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാനാട് കാത്തൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ പോകുമ്പോഴും അവിടെ വലിയ ഹോട്ടലുകൾ കാണാം. അവിടെയും ഇതുപോലെ തന്നെ ഷൂ ഊരി വെച്ചിട്ട് വേണം, അല്ലെങ്കിൽ ചെരുപ്പ് ഊരി വെച്ചിട്ട് വേണം ഉള്ളിലേക്ക് കയറാനായിട്ട്. അവിടെ അതിനുള്ള സ്റ്റാൻഡുകൾ തന്നെ അവർ ക്രമീകരിച്ചിട്ടുണ്ട്. ഓണർ സിംഗില്ലേ, ഇതുപോലത്തെ തൂണുകളും നീളൻ വരാന്തകളും ഒക്കെയാണ് ഇതുപോലത്തെ ചെട്ടിയാർ വീടുകളുടെ പ്രത്യേകത. മുഖപ്പ് എന്ന് അറിയപ്പെട്ടിരുന്ന ഇത്തരം പൂമുഖങ്ങളിലായിരുന്നു ചെട്ടിയാർമാരുടെ വാണിജ്യ ഇടപാടുകൾ. ബർമയിൽ നിന്നുള്ള തീക്കും ഇറ്റാലിയൻ മാർബിളും ബെൽജിയം മിററുകളും ഫ്രഞ്ച് ഷാൻഡലിയറുകളും സിലോൺ സാറ്റിൻ വുഡും ആത്തൻകുടി ടൈൽസുമൊക്കെ ഉപയോഗിച്ചായിരുന്നു ചെട്ടിയാർ വീടുകളുടെ നിർമ്മാണം. വിശാലമായ ഇത്തരം ഹാളുകൾ വീട്ടുടമസ്ഥന്റെ സമ്പത്തിന്റെ അടയാളം കൂടിയാണ്. വിവാഹാഘോഷങ്ങൾ ഇത്തരം അകത്തളങ്ങളിലായിരുന്നു നടത്തിയിരുന്നത്. ഒന്നിലധികം നടുമുറ്റങ്ങൾ മിക്ക ചെട്ടിയാർ വീടുകൾക്കും ഉണ്ടായിരുന്നു. നടുമുറ്റത്ത് വീഴുന്ന മഴവെള്ളം പാത്തികൾ ഉപയോഗിച്ച് സംഭരിച്ചു പോന്നു. മ്യൂറൽ പെയിന്റിങ്ങുകൾ ജനലുകളുടെയും ചുവരുകളുടെയും ഭംഗി കൂട്ടി. ചൂടിനെ ചെറുക്കാനായി കട്ടിയുള്ള ചുവരുകൾ നിർമ്മിച്ച് പ്രശസ്തമായ ചെട്ടിനാട് വാക്സ് ഉപയോഗിച്ച് പ്ലാസ്റ്റർ ചെയ്തിരിക്കുന്നു. വിശാലമായ ഭക്ഷണമുറികളും ചെട്ടിയാർ ഭവനങ്ങളുടെ പ്രത്യേകതയാണ്. ബ്രിട്ടീഷുകാരുമായി ചെട്ടിയാർമാർ പുലർത്തിയിരുന്ന അടുത്ത ബന്ധത്തിന്റെ തെളിവാണ് ആത്തൻകുടി പാലസിന്റെ മുൻഭാഗത്ത് ഗജലക്ഷ്മിയുടെ ഇരുവശത്തും തോക്കേന്തിയ ബ്രിട്ടീഷ് പട്ടാളക്കാർ നിൽക്കുന്ന ശില്പങ്ങൾ. ആത്തൻകുടിയിൽ നിന്ന് ഇനി നമ്മൾ പോകുന്നത് കാനാട് കാത്തൻ എന്ന മറ്റൊരു ചെട്ടിനാട്ടെ ഗ്രാമത്തിലേക്കാണ്. മുൻ കേന്ദ്രമന്ത്രി പി ചിദംബരത്തിന്റെ ജന്മനാട് കൂടിയായ ഇവിടെ റോഡിന് ഇരുവശത്തും ഒട്ടേറെ ചെട്ടിയാർ ഹർമ്മ്യങ്ങൾ കാണാം. കാനാട് കാത്തൻ തെരുവുകളിലൂടെയുള്ള യാത്ര നമ്മെ മറ്റൊരു കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. പല കാലങ്ങളിൽ പണി കഴിപ്പിച്ച മാളികകളുടെ നീണ്ട നിര ഇവിടെ കാണാം. പഴയ മാളികകൾ മുതൽ നവീകരിച്ച ചെട്ടിയാർ ഭവനങ്ങൾ വരെ ഇവിടെയുണ്ട്. CVR എന്ന ചെട്ടിയാർ ഭവനം 50 രൂപ പ്രവേശന ഫീസ് നൽകി സന്ദർശകർക്ക് കയറി കാണാവുന്നതാണ്. ഹെറിറ്റേജ് ഹോട്ടലുകളായി മാറിയ ചെട്ടിയാർ ഭവനങ്ങളും കാനാട് കാത്തൻ എന്ന ചെറിയ ഗ്രാമത്തിലുണ്ട്. ബ്രിട്ടീഷുകാർ നൈറ്റ്ഹുഡ് നൽകി ആദരിച്ച രാജാ സർ അണ്ണാമലൈ ചെട്ടിയാർ 1912 പണി കഴിപ്പിച്ച രാജാ പാലസ് അഥവാ കാനാട് കാത്തൻ പാലസ് ഇവിടെയാണെങ്കിലും സന്ദർശനത്തിന് മുൻകൂർ അനുമതി വാങ്ങേണ്ടതുണ്ട്. ചെട്ടിനാട്ടെ കൊട്ടാര വീടുകളെ കുറിച്ചുള്ള കഥ ഇവിടെ നിർത്തുകയാണ്. എന്നാൽ ചെട്ടിനാട് വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. അടുത്ത എപ്പിസോഡിൽ ചെട്ടിനാടൻ ഭക്ഷണ വിഭവങ്ങളുടെ കഥയാണ്. ചെട്ടിയാർ വീടുകളെ കുറിച്ചുള്ള കഥ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കഥയുമായി വീണ്ടും കാണും വരെ ഇറ്റ്സ് മീ അരുൺ ബേബി മാത്യു സൈനിങ് ഓഫ്. കഥകൾ അവസാനിക്കുന്നില്ല.